ഗസയിൽ പലസ്തീനികളുടെ പട്ടിണി മരണം കൂടിക്കൊണ്ടിരിക്കെ പട്ടിണിയിലായ ഇസ്രയേലി ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ വൻ പ്രതിഷേധ റാലിയും നടന്നു. വിവരങ്ങളുമായി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. എല്ലാം നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം നന്നായി പോകുന്നു. നന്നായിട്ട് നല്ല ഉറങ്ങിയെന്ന് മനസ്സിലായി. പിയുടെ ഉറക്കം പോകുന്നു എന്നുള്ള ഉത്കണ്ഠ മാത്രമേ എനിക്കുള്ളൂ. ഉറക്കൊന്നും പോകുന്നില്ല എസ് കെ. ഓക്കെ, നല്ല കാര്യം. അപ്പം നമ്മുടെ പശ്ചിമേഷ്യയിലേക്ക് എസ് കെ, അവിടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് യാതൊരു ശമനവുമില്ല എന്ന് മാത്രമല്ല, ഈ ഗസയിൽ പട്ടിണി അതിഭീകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 150-ലേറെ പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ള വാർത്ത. അതിനിടയിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്ന അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത, ഇസ്രായേലി ബന്ദിയുടെ എസ്കാൻ ഓർക്കുന്നുണ്ടാവും, ഒക്ടോബർ 7-ാം തീയതി 2023 21 മാസം മുമ്പ് പിടിച്ചുകൊണ്ടുപോയതാണ് 251 ബന്ദികളെ. അതിൽ 49 ബന്ദികൾ ഇപ്പോഴും ഗസയുടെ കയ്യിലുണ്ട്. ആ ബന്ദികളിൽ 1-2 പേരുടെ ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഹമാസ്. അതിൽ എല്ലും കോലും പോലെ ഇരിക്കുന്ന, വളരെ സങ്കടത്തിൽ അവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേലിൻ്റെ ഭരണകൂടത്തോട് ഹീബ്രു ഭാഷയിൽ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മറുമരുന്ന് എന്ന നിലയിലാണ് അവരതിനെ കണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ ആൾക്കാരെയൊക്കെ, പലസ്തീനികളെ നിങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. 6000 ട്രക്ക് ഈ ഗസയ്ക്ക് പുറത്ത് കിടക്കുമ്പോൾ ഇവിടെ പട്ടിണി മരണങ്ങൾ. അപ്പോൾ ഇസ്രായേലി സൈന്യവും ഇസ്രായേലി ഭരണകൂടവും പട്ടിണി മരണം വിതച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ ബന്ദികളുടെ അവസ്ഥ ഇതാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, അവരും മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ട്. അവരുടെ ബന്ധുക്കൾ, ഇസ്രായേലികൾ മുഴുവൻ 10,000-കണക്കിന് ആൾക്കാരാണ് ടെല്ലവീവിലും, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവ് മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് വെടിനിർത്തൂ, ഞങ്ങളുടെ ബന്ദികളെ രക്ഷിക്കൂ എന്നുള്ള വാദം ഉയർത്തിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെ കുലുങ്ങിയിട്ടില്ല. ഇതിനിടയിൽ ഹമാസിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഹമാസ് പറയുന്നത്, സ്വതന്ത്ര പലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ സായുധ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്നാണ് ഹമാസ് പറയുന്നത്. എന്തായാലും കൂടുതൽ രൂക്ഷമായുള്ള ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗസ വെടിനിർത്താനുള്ള സാധ്യതകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്നു. 60,000-ലേറെ പേരാണ് 21 മാസത്തിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെട്ടത്. പട്ടിണി മരണവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന 1250-ലേറെ പേർ വെടിയേറ്റ് മരിച്ചു. ഈ രീതിയിൽ കെട്ടിടങ്ങളൊക്കെ ബുൾഡോസറുകൾ വെച്ചും ടാങ്കുകൾ വെച്ചും തകർക്കുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ബോംബാർഡ് ചെയ്തും തകർക്കുന്നു. ആ തരത്തിൽ ഈ ഗസ ഇഷ്യൂ ഒരു വലിയ മനുഷ്യ പ്രശ്നമായിട്ട് ഉയരുകയാണ് എസ് കെ.